പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആതിഥ്യമരുളുന്ന ഈ വർഷത്തെ ബേക്കൽ ഉപജില്ലാതല സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രോത്സവം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആതിഥേയത്വത്തിൽ GHSS പള്ളിക്കരയിലും GMUP സ്കൂൾ പള്ളിക്കരയിലും ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പള്ളിക്കരയിലുമായാണ് ഈ വർഷത്തെ ബേക്കൽ ഉപജില്ലാതല സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുന്നത്. ഒക്ടോബർ 13, 14 തീയതികളിലായി നടക്കുന്ന ശാസ്ത്രമേള തിങ്കളാഴ്ച രാവിലെ പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കേവലം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. കേവലം പുസ്തകങ്ങളിൽ മാത്രം കിട്ടുന്ന അറിവ് മാത്രമല്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൈസർഗികമായ പല കലാവാസനകളുമുണ്ട്, കായിക വാസനകളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ശാസ്ത്രവാസനകളുണ്ട്. ഈ വാസനകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുവാൻ ആധുനിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിനാകണം എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസം സമൂലമായ പരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് ഇന്ന് മുമ്പോട്ട് പോകുന്നത്. ചടങ്ങിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ അധ്യക്ഷനായി. പേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PA അബ്ദുള്ള ഇബ്രാഹിം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷക്കീല ബഷീർ, പള്ളിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രീൻ വഹാബ്, സിദ്ദിഖ് പള്ളിപ്പുഴ, BK അനിത, അബ്ബാസ് തെക്കുപുറം, സമീറ അബ്ബാസ്, ഹസീന മുനീർ, മുഹമ്മദ് കുഞ്ഞി ചോനായി തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ TM ഷേണുക സ്വാഗതവും ഹെഡ്മാസ്റ്റർ KV സുരേഷ് നന്ദിയും പറഞ്ഞു. ആദ്യ ദിനത്തിൽ നടന്ന ഗണിതശാസ്ത്രമേളയ്ക്ക് GHSS പള്ളിക്കരയും പ്രവൃത്തി പരിചയമേളയ്ക്ക് ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പള്ളിക്കരയും വേദികളായി. 2ാം ദിനമായ ചൊവ്വാഴ്ച പള്ളിക്കര ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സാമൂഹ്യശാസ്ത്രമേളയും പള്ളിക്കര GMUP സ്കൂളിൽ LP UP വിഭാഗം ശാസ്ത്രമേളയും പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം IT മേളയും ശാസ്ത്രമേളയും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.